സറണ്ടർ ചെയ്താൽ? അതൊക്കെ നോക്കിയിട്ട് വേണ്ടേ? അപ്പോൾ ഉഷ്ണതരംഗം ഇങ്ങനെ ഇത്രയും വരുന്നു വല്ല ആരെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഈ ഒരു അപകട സാഹചര്യം മുന്നിൽ കണ്ടിരുന്നു എന്നുള്ളതല്ലേ കമ്മീഷന് കൊടുത്ത പെറ്റീഷനിലൂടെ വ്യക്തമാകുന്നത്. ബോർഡ് ആ കാര്യം മുന്നിൽ കണ്ടു എന്നല്ലേ മനസ്സിലാക്കുന്നത്? അത് ഇപ്പോഴല്ലേ ഞാനത് അതിന് മുമ്പുള്ള കാര്യങ്ങളാണ് ഞാൻ പറയണത്. അത് കണ്ടപ്പോൾ അപ്പം തന്നെ പെറ്റീഷൻ കൊടുത്തല്ലോ. കമ്മീഷൻ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? അത് കമ്മീഷനോട് തന്നെ ചോദിക്കണം. ഇന്നത്തെ കൂടിക്കാഴ്ചയിലാകട്ടെ മിനിസ്റ്റർ തന്നെ പറഞ്ഞു അത് പുറത്തു പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അതല്ല അത് ജുഡീഷ്യറി സ്വഭാവമുള്ള ഒരു കമ്മിറ്റിയാണ്. അത് അദ്ദേഹത്തിന് നമുക്കത് പറയാൻ പറ്റില്ലല്ലോ. അത് അദ്ദേഹത്തിനോട് തന്നെ നിങ്ങൾ ചോദിക്കുക. ജീവനക്കാരുടെ സംഘടനകൾ കഴിഞ്ഞ ദിവസം വലിയൊരു പ്രതിഷേധം നടത്തി റെഗുലേറ്ററി കമ്മീഷനെതിരെ. അവരുന്നയിക്കുന്ന കാര്യങ്ങൾ ഈ ഷോർട്ട് ടൈം ആയിട്ടുള്ള കരാറുകൾ, ലോങ് ടൈം കരാറുകൾ, ഇക്കാര്യങ്ങളിലൊക്കെ വലിയ അനാസ്ഥ, ഒപ്പം തന്നെ ഇങ്ങനെയുള്ള റിക്വസ്റ്റ് കൊടുത്താൽ തന്നെ അംഗീകരിക്കാത്ത അവസ്ഥ, അങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധിക്ക് റെഗുലേറ്ററി കമ്മീഷന് വഴിവെക്കുന്നു എന്നാണ് അവരുടെ വിമർശനം. അതിപ്പോ ഈ പറഞ്ഞ റെഗുലേറ്ററി കമ്മീഷനോട് നിങ്ങൾ ചോദിക്കും. ഞാൻ റെഗുലേറ്ററി കമ്മീഷനെ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. അത് പറഞ്ഞിട്ടുണ്ടോ? അത് പെട്ടിട്ടുണ്ടല്ലോ. പെട്ടപ്പോൾ തന്നെ നമ്മളത് അതിൽ ഇടപെടാൻ ശ്രമിച്ചത്. ആരാ റദ്ദാക്കിയത്? അതല്ല, അത് ആരാ റദ്ദാക്കിയത്? അതൊന്നും അല്ല കാരണം. അല്ലല്ല, അത് മാത്രമല്ല. അത് 11 ട്രിപ്പ് മാറുന്നത് എന്താ അറിയോ? ആ ആളുകളെ 4 AC ഉപയോഗിക്കുന്നത് 1 AC ഉപയോഗിക്കുക, ഇഞ്ചക്ഷൻ കുക്കർ ഉപയോഗിക്കുന്നത് കമ്മിയാക്കുക, ഗ്രൈൻഡർ ഓട്ടുന്നത്, വാഷിംഗ് മെഷീൻ ഓട്ടുന്നതൊക്കെ ഒന്ന് കമ്മിയാക്കുമ്പോൾ തനിയെ ട്രിപ്പ് അത് പോവും. അത് നിങ്ങൾ തന്നെ അറിയാലോ. നിങ്ങൾ 11 മണി കഴിഞ്ഞാൽ എത്ര ഇലക്ട്രിസിറ്റി ഉപയോഗം? ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യില്ലേ? ഓഫ് ചെയ്യുമ്പോൾ അത് കമ്മിയായി വരില്ലേ? അത് തന്നെയല്ലേ ഇത്. എന്താ ഈ 10 കൊല്ലം അതൊന്നും നടന്നില്ലല്ലോ. കാലാവസ്ഥയെ ഈ ഗൾഫ് വാർ വരുന്ന ആരെങ്കിലും 10 കൊല്ലം കഴിഞ്ഞ് കണ്ടിട്ടുണ്ടാവും? ഇല്ല, അതിനുശേഷം വാങ്ങിച്ചിട്ടുണ്ടല്ലോ നമ്മൾ പർച്ചേസ്. അല്ല, അതിന് മുമ്പ് തന്നെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ 70% പുറത്തുനിന്നല്ലേ വാങ്ങിക്കണേ. 30% ഉൽപ്പാദനമുള്ളൂ. നിങ്ങൾ ഉൽപ്പാദനത്തിന് ഇവിടെ ഒരു ശ്രമം നടത്തിയപ്പോൾ ഹൈഡ്രോ പ്രോജക്റ്റ് 3000 TMC വെള്ളമുണ്ട്. 300 TMC വെള്ളമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇപ്പോൾ കാവേരിയിൽ 147 TMC ഉണ്ട്. നമ്മൾ എത്ര ഉപയോഗിക്കുന്നുണ്ട്? ആകെ 30 അനുവദിച്ചു ട്രൈബ്യൂണൽ. ആ 30 അനുവദിക്കാൻ അവിടെ ഒരു ഡാം കെട്ടാൻ പുറപ്പെട്ടാൽ അവിടെ ഒരാൾ ബാഗും തൂക്കി അവിടെ കാക്കയ്ക്ക് പറക്കാൻ വിഷമമുണ്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ പിന്നാലെ നിൽക്കും. അത് വലിയ വാർത്തയാക്കി വരും. ആ പ്രോജക്റ്റ് നിൽക്കും. കുരിയാർകുറ്റി എല്ലാ പണിയും കഴിഞ്ഞ് ജനറേറ്റർ വരെ കൊണ്ടുവച്ച ശേഷം മൃഗങ്ങൾക്ക് കിഴക്കും പടിഞ്ഞാറും പോകാൻ തടസ്സം വരുന്നു പറഞ്ഞ ആ പ്രോജക്റ്റിനെ 2 പരിസ്ഥിതിവാദികൾ പറഞ്ഞു നിങ്ങളതിനെ വലിയ രീതിയിൽ ചർച്ചയാക്കി ആ പ്രോജക്റ്റ് നിർത്തേണ്ടി വന്നു. അതിരപ്പള്ളി നിർത്തി, പൂയംകുറ്റി നിർത്തി. ഇപ്പം മറ്റ് സ്റ്റേറ്റുകൾ അത് ഇടുക്കിയിൽ 35 പൈസയേ വരുള്ളൂ ഒരു യൂണിറ്റിന്. ഇപ്പോൾ പുറത്തുനിന്ന് മേടിക്കുന്നത് 15 ഉറുപ്പ്യ വരെ കൊടുത്ത് മേടിക്കുകയാണ്. അപ്പോൾ ഹൈഡ്രോ പ്രോജക്റ്റ് വരാൻ നമ്മൾ തന്നെ സമ്മതിക്കില്ല. ഇപ്പം മുല്ലപ്പെരിയാറിൽ 40 TMC വെള്ളം കൊണ്ടുപോയി അവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടാകുമ്പോൾ ധാരാളം ഉണ്ട് പറഞ്ഞ് കൊടുത്തതാണ്. പറമ്പിക്കുളത്തുനിന്ന് 30 ഉണ്ട്. ഇതൊക്കെ നമ്മുടെ വെള്ളം പോകുന്നില്ലേ? അത് നമുക്ക് ഉപയോഗിക്കാൻ സമ്മതിക്കില്ലല്ലോ. അത് വേണമെന്ന് ആരും ആവശ്യപ്പെടുന്നില്ലല്ലോ. ഒരു ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു പരിസ്ഥിതിക്കാരൻ ഒരാൾ വന്ന് ഒരു ബാഗം തൂക്കി വന്നിട്ട് അത് അവിടെ മൃഗങ്ങൾക്ക് വിഷമമാണെന്ന് പറഞ്ഞാൽ നിങ്ങളതിൻ്റെ പിന്നാലെ നിൽക്കുമല്ലോ. നിങ്ങളെന്ത് പറഞ്ഞു? നിങ്ങളുടെ ജനങ്ങളുടെ വികാരം എടുക്കാൻ നിങ്ങൾ അതിനു വേണ്ടി വാദിക്കുന്നില്ലല്ലോ. ആരും വാദിക്കുന്നില്ലല്ലോ.
ഇങ്ങനെയൊന്നും മാറിയിട്ടില്ല. അവിടുത്തെ പ്രശ്നങ്ങളും കൊണ്ട് അവർ പറഞ്ഞു എന്നല്ലാതെ അതിൽ അവിടുത്തെ സാഹചര്യം കൊണ്ട് അവർ പറഞ്ഞു എന്നല്ലാണ്ട് അതൊരു പ്രത്യേകമായ വിഷമമാണെന്നൊന്നും പറയില്ല. ഞാൻ പറയണത് ഈ പ്രൊഡക്ഷനിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ഒരു ക്യാമ്പയിൻ വരണ്ടേ? നമ്മുടെ ക്യാമ്പയിൻ വെച്ചാൽ CPI സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടികളിലൊന്നാണ്. അവരുടെ 4 മന്ത്രിമാർ ബാഗും തൂക്കി മന്ത്രിസഭയിൽ വരുമ്പോൾ അവരോട് തന്നെ പറഞ്ഞുകൂടി. ഇല്ല, അവരത് അവിടുത്തെ പ്രായോഗിക വിഷമം കൊണ്ട് അത് ഉപേക്ഷിച്ചല്ലോ. അതിൽ പുള്ളി ഉപേക്ഷിച്ചല്ലോ. അതിപ്പോഴല്ല ഉപേക്ഷിച്ചത്, നേരത്തെ തന്നെ അവിടുത്തെ ആദിവാസിയും ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. വേണമെന്ന അഭിപ്രായമല്ല, നമ്മൾ ഓരോ കാരണം പറഞ്ഞ് മുടങ്ങിയതിനെ കുറിച്ച് അതിനേക്കാളും നല്ലതല്ലേ പൂയംകുറ്റി എന്താ മുടക്കിയത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.